അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല صليت مع رسول الله صلى الله عليه وسلم 8 جميعا و7 جميعا رواه مسلم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നിർബന്ധമായ നമസ്കാരം ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ജംഉം കസറുമായി നിസ്കരിക്കാം. ഇനി ആ വിഷയമാണ് ഇൻഷാ അല്ലാഹ് കുറെ ദിവസത്തേക്ക് ചർച്ച ചെയ്യുന്നത്. എന്താണ് ജംഉ, എന്താണ് കസർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രകാരം ജംഉ എന്ന് പറയുന്നത് ഒരുമിച്ച് നമസ്കരിക്കുക എന്നതാണ്. ഖസർ എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്നതാണ്. ളുഹറും അസറും കൂടി ളുഹറിന്റെ സമയത്തോ അതല്ലെങ്കിൽ അസറിന്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പോ, മഗ്രിബിന് 10 മിനിറ്റ് മുമ്പോ, രണ്ടും കൂടി 4 നിസ്കരിക്കുന്നതിനാണ് ജംഉ എന്ന് പറയുന്നത്. അസറും മഗ്രിബും ജംആക്കാനും പറ്റൂല, ഖസറാക്കാനും പറ്റൂല. അതുപോലെ തന്നെ സുബഹി ഒന്നിലേക്കും ജംആക്കാനും പറ്റൂല, ഖസറാക്കാനും പറ്റൂല. ജംഉം ഖസറും ചെയ്യുന്ന ആളുകൾ സുബഹിന്റെ ജമാഅത്ത് കളയാനും പറ്റില്ല. അങ്ങനെയുണ്ട്. അത് സുബഹിന്റെ മാത്രം ഇൻഷാ അല്ലാഹ് പ്രത്യേകത ഓരോ ക്ലാസ്സിലും വിശദീകരിക്കാം. അപ്പൊ ഒന്നെങ്കിൽ ളുഹറിന്റെ സമയം അല്ലെങ്കിൽ അസറിന്റെ സമയത്ത്. രണ്ടാമത്തേത് മഗ്രിബിന്റെ സമയത്ത്. ശ്രദ്ധിക്കണം, 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ ചുരുക്കാൻ പാടുള്ളൂ, മഗ്രിബ് ചുരുക്കാൻ പാടില്ല. അപ്പൊ മഗ്രിബിന്റെ സമയത്ത് മഗ്രിബ് 3 റക്അത്തും ഇശാ 4 റക്അത്തും. അതാണ് ജംഉ. ഇനി അതിന് സമയമില്ല എങ്കിൽ ഇശാഇന്റെ അവസാനിക്കുന്ന സമയം, സുബഹിക്ക് മുമ്പുള്ള സമയം, യാത്രയിലോ പ്രത്യേകിച്ച് ആംബുലൻസ് ഓടിക്കുന്ന ആളുകൾക്കൊക്കെ സൗകര്യപ്രദമാണത്. ഇശാ അവസാനിക്കുന്നത് സുബഹിന്റെ 10 മിനിറ്റ് മുമ്പാണ്. അതുവരെ ഇശാ നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. ആ സമയം പറ്റുന്നില്ല എന്ന് കണ്ടാൽ മഗ്രിബിന്റെ സമയത്ത് അയാൾ ചെയ്തിരിക്കണം. ജംഉം ഖസറും നിയ്യത്ത് ചെയ്തിട്ട് അയാൾ ചെയ്യുന്നില്ല, സമയം കഴിഞ്ഞു പോയാൽ ഡബിൾ കുറ്റക്കാരനാകും. ളുഹറിന് സമയം കിട്ടി, ഇപ്പൊ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ജംഉ ചെയ്യാം, അയാൾക്ക് ളുഹറിന് സമയം കിട്ടി. ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ളുഹറിന് സമയത്ത് ഇറങ്ങിയത്, അയാൾ മടിക്കാരന് വിചാരിച്ചു ഒരു 5:30 തീരും, 5:30 തന്നെ വണ്ടിയുടെ ഓട്ടം കഴിയും. പക്ഷേ സാധ്യമല്ല, നല്ല മഴയാണ്, ബ്ലോക്കാണ്. അയാൾ കഴിഞ്ഞപ്പോ 7 മണിയായി, കുറ്റക്കാരനാകും. അപ്പൊ ജംഉ എന്ന് പറഞ്ഞാൽ 2 നമസ്കാരം ഒരു സമയത്ത് നിർവഹിക്കുക. ഖസർ പിന്നെ വിശദീകരിക്കാം. ഇതാണ് ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഞങ്ങൾ മദീനയിൽ ജീവിക്കുമ്പോൾ ജംഉം ഖസറിനും സമയപരിധിയുമില്ല, കിലോമീറ്ററുമില്ല. സമയപരിധിയുമില്ല, കിലോമീറ്ററുമില്ല. പ്രവാചകന്റെ ഹദീസിൽ ഈ വിഷയമൊന്നും മദ്ഹബിലേക്ക് പോയി പഠിക്കാൻ നിൽക്കണ്ട, ആകെ ഡങ്ങറായി പോകും. ഉദാഹരണം പറയാം. നാം ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിൽ പറവൂരിലുള്ള ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. അയാൾ ഇരിക്കുന്നത് 3 മണിക്കാണ്. 3 മണി മുതൽ 7 മണി വരെയാണ് ടൈം. നമ്മളിവിടെ നിന്ന് 2 മണിയാകുമ്പോൾ 2:30 പോകാൻ തീരുമാനിച്ചു. ഡോക്ടറെ കാണാൻ പറവൂര് തൊട്ടപ്പുറത്തല്ലേ, പറവൂര പോകേണ്ടത്. ആൾ ഇരിക്കുന്ന സമയം 3 to 7 ആണ്. നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് 2:30 മണിക്ക് പോകാൻ തീരുമാനിക്കുന്ന ഒരാള് ഒരു പക്ഷേ ടോക്കൺ നമ്പർ 32 ആയിരിക്കും. ഇസ്ലാം അനുവദിച്ചതാണ്.
അങ്ങനെ പോകാൻ തീരുമാനിക്കുന്ന ഒരാള് അയാൾ രോഗിയാണെങ്കിൽ, രണ്ട് അയാൾ യാത്രക്കാരനാണ്. പഠിച്ചോണം നന്നായിട്ട്. ഒന്ന് ഉമ്മ രോഗിയാണ്, ഞാൻ രോഗിയുടെ കൂടെ പോകുന്ന ആളാണ്, എനിക്ക് അനുവദനീയമാണ്. ഞങ്ങൾ യാത്രക്കാരുമാണ്. രണ്ട് കാരണങ്ങളാ. പോകുന്നവിടെ പറവൂരാണ്, കുഴപ്പമില്ല. 3-7 ഡോക്ടർ സമയം, അയാൾക്ക് ജംഅ ചെയ്യാം. ലോഹറിന്റെ സമയത്ത് 3 മണിക്ക് ഉമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന അയാൾക്ക് രോഗമെന്ന പരിഗണന വെച്ച്, യാത്ര എന്ന പരിഗണന വെച്ചിട്ട് ലോഹറിന്റെ സമയത്ത് ഇഖാമത്ത് കൊടുത്ത് ജംഅ കസറും ചെയ്യണം. ശ്രദ്ധിക്കണം, ലോഹർ ഭാഗം ഇഖാമത്ത് കൊടുത്ത് അനുസ്കരിച്ചത്. അസർ നിസ്കരിക്കുമ്പോൾ ഇഖാമത്ത് മാത്രം മതി, സുന്നത്ത് നിസ്കാരം ഇല്ല. ജംഅ കസർ ചെയ്യുന്ന ആളുകൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, അവർക്കത് വേറെ പ്രതിഫലമുണ്ട്. അങ്ങനെ പോകുന്ന ആളുകൾ ആ ലോഹറിന്റെ സമയത്ത് എന്ത് ചെയ്യണം? അസർ കൂടി ജംഅ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിക്കുമ്പോൾ സമാനിയ ജമീഅൻ ലോഹറും അസറും 8 റക്അത്ത് നിസ്കരിച്ചു ഒറ്റ സമയം. ഇബ്നു അബ്ബാസ് പറയുകയാണ്, വസബഅൻ ജമീഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിക്കുമ്പോൾ, പ്രവാചകന്റെ ഹദീസാണ്, മദീനയിൽ ജീവിക്കുമ്പോൾ മഗ്രിബും ഇശാഉം 7 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെയാണ് ജംഇനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചത്. ഇനി ജംഉമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, 1 രോഗികൾ, 2 യാത്രക്കാർ, 3 ശക്തമായ കാറ്റും മഴയും. ഗൾഫിലൊക്കെ ജീവിച്ച ആളുകൾക്ക് അറിയില്ലേ, മഗ്രിബിന്റെ സമയത്ത് നല്ല കാറ്റും മഴയാണെങ്കിൽ ഉടനെ വിളിച്ചു പറയും, എല്ലാവരും എന്ത് ചെയ്തോ, ജംഅ ചെയ്തോളാൻ പറയും. അനുവദനീയമാണ്, നമ്മുടെ നാട്ടിലും അനുവദനീയമാണ്. ഒരാൾ സുബഹിക്ക് എഴുന്നേറ്റു, അത് വേറൊരു വിഷയമാണ്. സുബഹിക്ക് എഴുന്നേറ്റു, ശക്തമായ മഴ, വരാൻ കഴിയില്ല, റോഡിലൊക്കെ വെള്ളമുണ്ട്, കാറ്റുണ്ട്, പ്രയാസമാണ്, കരണ്ടുമില്ല, വല്ലാത്ത വിഷമമാണ്. അയാൾക്ക് വീട്ടിൽ നിസ്കരിക്കാം. അയാൾ കഷ്ടപ്പെട്ടിട്ട് സുബഹിന്റെ ജമാഅത്തിനോട് എത്തണ്ട, അയാൾക്ക് പ്രതിഫലം കിട്ടും. അത് ഇൻഷാ അല്ലാഹ് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ നന്നായി മനസ്സിലാക്കിക്കോ. യാത്രക്കാര്, രോഗികള്, ശക്തമായ മഴ, കാറ്റ്, ഇത്തരം ആളുകൾക്ക് ജംഅ കസർ ചെയ്യാം. ജംഅ എന്ന് പറഞ്ഞാൽ 2 സമയത്ത് നിസ്കാരം ഒരുമിച്ച് നിസ്കരിക്കലാണ്. ലോഹറിന്റെ സമയത്ത് അസർ കൂടി, അല്ലെങ്കിൽ അസറിന്റെ സമയത്തേക്ക് ലോഹർ കൂടി, മഗ്രിബിന്റെ സമയത്ത് ഇശാ കൂടി, അല്ലെങ്കിൽ ഇശാഇന്റെ സമയത്തേക്ക് മഗ്രിബ് കൂടി. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب اغفر ولوالدي رب ارحمهما كما ربونا صغارا السلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.